പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 10-ാം മാസം 30-ാം തീയതി ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച ആ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വ്യാഴാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കലർപ്പില്ലാത്ത ശുദ്ധവായു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കും. ഒന്നുകൂടെ പറയാം. കലർപ്പില്ലാത്ത ശുദ്ധവായു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കും. സ്തോത്രം. അതേ, സംതൃപ്തമായ ഒരു മനസ്സ്, ആനന്ദകരമായ ഒരു മനോഭാവം, അത് ശരീരത്തിന് ആരോഗ്യവും മനുഷ്യാത്മാവിന് ശക്തിയും ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് സന്തോഷമില്ലായെങ്കിൽ, മനസ്സിന് സമാധാനം ഇല്ലായെങ്കിൽ നാം നേടിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആമേൻ. മനസ്സിന് സന്തോഷവും മനസ്സിന് ആനന്ദവും മനസ്സിന് സന്തോഷവും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു സ്തോത്രം. അത് എവിടെ നാം കണ്ടെത്തുവാൻ ഇടയാകണം? ആമേൻ. ലോകം നൽകുന്ന സന്തോഷമല്ല, ലോകം നൽകുന്ന ആനന്ദമല്ല, ലോകം നൽകുന്ന സമാധാനമല്ല, അതൊക്കെയും ഞൊടി നേരത്തേക്കുള്ള സ്തോത്രം. എന്നാൽ നിത്യമായ സന്തോഷം വേണമെങ്കിൽ, നിത്യമായ ആനന്ദം വേണമെങ്കിൽ, നിത്യമായ സമാധാനം വേണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം നൽകുന്നത് പോലെ അല്ല എന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിത്യമായ ആ സന്തോഷം, ആ സമാധാനം, ആ ആനന്ദം നാം പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതേ, ലോകത്തിൻ്റെ രക്ഷിതാവായ പാപികൾക്ക് വേണ്ടി മറുവിലയായി തീർന്ന, കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരുവൻ കടന്നു വരുവാൻ ഇടയാകണം. പാപഭാരങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ, അതേ ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇടയാകണം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് വെളിച്ചത്തിന്റെ മക്കളായി തീരണമെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന സകല മാനവകുലത്തിന് വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇടയാകണം. സ്വീകരിക്കുന്ന മാത്രയിൽ അതുവരെയും പഠിച്ചുകൊണ്ടിരുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോകുവാൻ ഇടയായിത്തീരും. ആ വ്യക്തി അത് വെളിച്ചത്തിന്റെ മകളായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവയെ നിത്യമായ ആ സന്തോഷം, ആ സമാധാനം, ആ ആനന്ദം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഒരിക്കൽ സ്തോത്രം, അതേ മരുഭൂമിയിൽ കൂടി
ആമേ സ്തോത്രം എത്യോപ്യ രാജ്ഞിയുടെ ഘടകവിചാരകനായ ഷണ്ടൻ അതേ സ്തോത്രം തന്റെ തേരിൽ ആമേ പോവുകയാണ് സ്തോത്രം. പോകുന്ന മാത്രയിൽ അത് യെരൂശലേമിൽ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ തേരിരുന്നു കൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് ആമേ ഫിലിപ്പോസിനെ ആമേ സ്തോത്രം അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് സ്തോത്രം. ഫിലിപ്പോസ് ചെല്ലുമ്പോൾ ഇദ്ദേഹം ഈ ഷണ്ടൻ മഹാൻ എന്ത് ചെയ്യുന്നു? യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉടനെ ഷണ്ടൻ പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരായികയാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു തേടി നിർത്തുവാൻ കൽപ്പിച്ചു. ആമേ ഫിലിപ്പോസിനെ തന്റെ അടുക്കലേക്ക് ആമേ ഇരുത്തുവാൻ ഇടയാക്കി. ഉടനെ ആ ഫിലിപ്പോസ് ഈ വചനം വ്യാഖ്യാനിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ കുറിച്ചുള്ള ആമേ സ്തോത്രം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ ഇടയായിത്തീർന്നു സ്തോത്രം. ആമേ സ്ഥാനത്തെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ അതേ സ്തോത്രം ഷണ്ടൻ എന്ത് കാണുന്നു? കുറെ വെള്ളം കാണുന്നു സ്തോത്രം. ഷണ്ടൻ പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നത് എന്ത് തടസ്സമെന്ന് ഷണ്ടൻ ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു സ്തോത്രം. ഉടനെ ഷണ്ടൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ചേർന്നെത്തുവാൻ കൽപ്പിച്ചു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അത് സ്തോത്രം ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു സ്തോത്രം. സ്നാനം കഴിഞ്ഞ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ അവിടുന്ന് കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. പിന്നെ നാം വായിക്കുന്നത് ഷണ്ടൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ മടങ്ങിയെന്ന് അവിടെ വായിക്കുവാൻ ഇടയായിട്ടുണ്ട് സ്തോത്രം. അപ്പോൾ ഷണ്ടൻ അനുഭവിച്ച അതുവരെയും അനുഭവിക്കാത്ത ഒരു സന്തോഷം സ്തോത്രം അത് സ്നാനം സ്വീകരിച്ചപ്പോൾ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ഇതാണ് നിത്യമായ സന്തോഷം, ഇതാണ് നിത്യമായ സമാധാനം. അതേ സ്തോത്രം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവനീതി അനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ലോകം നൽകാത്ത ആ മഹാ സന്തോഷം നാം പ്രാപിക്കുവാൻ ഇടയായി തീരും സ്തോത്രം. ഇവിടെ വായിച്ച വേദവാക്യം, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് യഹോവയെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളിൽ വിശ്വസിക്കുന്ന ഏവനും എന്താണ്? ഭാഗ്യവാനാണ് സ്തോത്രം. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പുതുക്കം പ്രാപിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെയൊക്കെ പുതിയ തീരുമാനമെടുക്കുവാൻ, ഈ ലോകം നൽകാത്ത സമാധാനം, ലോകം നൽകാത്ത സന്തോഷം, ലോകം നൽകാത്ത ആനന്ദം യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം കർത്താവ് യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവ ശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.